ഈ വരുന്ന ജൂൺ 4-ാം തീയതി നടക്കുന്ന വോട്ടെണ്ണൽ കഴിയുന്നതോടെ ശ്രീമൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു സർക്കാർ അധികാരത്തിൽ വരുമോ അതോ പ്രതിപക്ഷ കക്ഷികൾ സംയുക്തമായി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്നുള്ള കാര്യം വ്യക്തമാകും. അന്നാണ് ഇന്ത്യയിൽ 542 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുക. അവിടെ വരെ കാത്തിരുന്നാൽ മാത്രമേ നമുക്കത് സംബന്ധിച്ചൊരു കൃത്യത ഉണ്ടാക്കാൻ കഴിയൂ. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമി ഉണ്ടല്ലോ, ഹിന്ദി ഹൃദയഭൂമി. ആ ഹിന്ദി ഹൃദയഭൂമി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം എത്രത്തോളം നിൽക്കും എന്നുള്ള നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2019 ഈ ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ തുടങ്ങി മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്ന 6 സംസ്ഥാനങ്ങൾ അടങ്ങുന്നതാണ് ഹിന്ദി ഹൃദയഭൂമി എന്ന് ഞാൻ പറയും. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര. ഈ 6 സംസ്ഥാനങ്ങൾ അടങ്ങുന്നതാണ് ഹിന്ദി ഹൃദയഭൂമി. ആ ഹിന്ദി ഹൃദയഭൂമി എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പിന്തുണയായി നിൽക്കും എന്നുള്ള നിർണായകമായിട്ടുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഹിന്ദി ഹൃദയഭൂമി യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. കാരണം അവർ 2019 നേടിയ 303 സീറ്റിൽ 222 സീറ്റും ഈ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയുടെ 542 സീറ്റുകളടങ്ങുന്ന ലോക്സഭയിൽ ഈ 6 സംസ്ഥാനങ്ങളുടെയും കൂടി പങ്ക്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 248 സീറ്റാണ്. അതായത് മൊത്തം സീറ്റുകളിൽ 45.7% ഈ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. ആ 248 സീറ്റിൽ 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം 222 സീറ്റും നേടി എന്നുള്ളതാണ്. ഏതാണ്ടൊരു 85-90 ഇടയ്ക്ക് ശതമാനം സീറ്റും അവരാണ് നേടിയത്. 248 സീറ്റിൽ 222 സീറ്റും. BJP നേടിയ 303 സീറ്റിൽ ഏതാണ്ട് ഒരു 73 സീറ്റും. അതിൽ കുറച്ച് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ അവരുടെ സഖ്യകക്ഷികൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും BJP കഴിഞ്ഞ തവണ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ 6 സംസ്ഥാനങ്ങളിൽ നിന്ന് BJPക്ക് നേടാൻ കഴിഞ്ഞ 222 ലോക്സഭാ സീറ്റാണ്. അതിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും മുഴുവൻ സീറ്റുകളും BJPക്ക് നേടാൻ കഴിഞ്ഞു. അതിലൊന്ന് ഗുജറാത്തിൽ 26-ൽ 26 സീറ്റ് നേടി, മധ്യപ്രദേശിൽ 29 സീറ്റ് നേടി, രാജസ്ഥാനിൽ 25-ൽ 25 സീറ്റ് നേടി. അപ്പോൾ 3 സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണ വിജയമായിരുന്നു BJPക്ക് 2019 ലഭിച്ചത്. ഇനി മഹാരാഷ്ട്രയിലേക്ക് പോയാലോ, 48-ൽ 41 സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യം നേടി. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 62 സീറ്റുകളും BJP നേടി. ബീഹാറിലെ 40 സീറ്റിൽ 39 സീറ്റും BJP കരസ്ഥമാക്കി. അങ്ങനെയാണ് ഈ 6 സംസ്ഥാനങ്ങളിലെ 248 സീറ്റിൽ 222 സീറ്റും നേടി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി BJP അധികാരത്തിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ തങ്ങൾ അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമ്പോൾ ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങൾ നടത്തിയിട്ടുള്ള 2019 നടത്തിയിട്ടുള്ള തങ്ങളുടെ പ്രകടനം അതേ നിലയിൽ നിലനിർത്തുകയോ അല്ലെങ്കിൽ കുറച്ചൊക്കെ മെച്ചപ്പെടുത്തുകയോ ചെയ്യുമെന്നുള്ളതായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോഴുള്ള വാദം. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ 5 ഘട്ടങ്ങളും കഴിയുന്ന സാഹചര്യത്തിൽ ഈ 6 സംസ്ഥാനങ്ങളടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ BJP മുന്നണിയുടെ അല്ലെ മോഡിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ? അതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അതിലെ എനിക്ക് തോന്നുന്നത് മഹാരാഷ്ട്ര മുതൽ നമുക്ക് തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. മഹാരാഷ്ട്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2019 48 സീറ്റിൽ 41 സീറ്റും അന്ന് BJP നേടി. എന്നാൽ ഇന്ന് BJPയുടെ അവസ്ഥ എന്താ അവിടെ മഹാരാഷ്ട്രയിൽ? ഇന്ന് BJP അവിടെ ഒരു മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത്. ആ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾ എന്ന് പറയുന്നത്, ഒന്ന് NCPയെ പിളർത്തിയ അജിത് പവാർ വിഭാഗവും ശിവസേനയെ പിളർത്തിയ ഏകനാഥ് ഷിൻഡെ വിഭാഗവും ആണ് അവരുടെ സഖ്യകക്ഷികൾ. അപ്പോൾ BJP, അജിത് പവാർ വിഭാഗം, ഏകനാഥ് ഷിൻഡെ വിഭാഗം. മറുവശത്ത് ഉദ്ധവ് താക്കറെ വിഭാഗം
ശരത് പവാർ വിഭാഗം, കോൺഗ്രസ്. ഇതാണ് അവിടുത്തെ ഒരു മുന്നണി സംവിധാനം. സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്താ? ഒരു വിവരം എന്ന് പറയുന്നത്, ഈ BJPയും അജിത് പവാർ വിഭാഗവും ഏകനാഥ് ഷിൻഡെ വിഭാഗവും കൂടെ ചേർന്നുള്ള മുന്നണി വലിയ തോതിൽ തിരിച്ചടി നേരിടുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. മറുഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസും ശരത് പവാറും ഉദ്ധവ് താക്കറെയും അടങ്ങുന്ന ആ മുന്നണി വലിയ മുന്നേറ്റം നടത്തുന്നു എന്നുള്ള വിവരവും നമുക്കുണ്ട്. എന്താ പ്രധാനമായി സംഭവിച്ചത്? ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പ്രധാനമായി സംഭവിച്ചു. അതിലൊന്നെന്ന് പറയുന്നത്, ഈ അജിത് പവാറും ഏകനാഥ് ഷിൻഡെയും, അതായത് അവരെ നമ്മൾ ശരത് പവാറും ഉദ്ധവ് താക്കറെയുമായി താരതമ്യം ചെയ്താൽ അവർ തുലവും അപ്രസക്തമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെ അഴിമതിക്കാരായിട്ടും വിശ്വാസ്യതയില്ലാത്തവരുമായിട്ടാണ് ജനം കാണുന്നത്. അതായത് ശരത് പവാറും അജിത് പവാറും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ ശരത് പവാറിനുള്ള വിശ്വാസ്യതയുടെ 100-1 പോലും അജിത് പവാറിനില്ല. അജിത് പവാറിനെതിരെ വലിയ അഴിമതി ആരോപണങ്ങളുണ്ടായിരുന്നു, കേസുകളുണ്ടായിരുന്നു. അജിത് പവാർ BJPയിലേക്ക് ചെന്നപ്പോഴാണ് അജിത് പവാറിനെതിരായിട്ടുള്ള 10,000-കണക്കിന് കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഇല്ലാതായത്. അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയും ഏകനാഥ് ഷിൻഡെയുമായി ഉള്ള താരതമ്യത്തിൽ ശിവസേനയുടെ എല്ലാ വിശ്വാസ്യതയും ശിവസേനയുടെ മൊത്തം ക്രെഡിബിലിറ്റിയും ഉദ്ധവ് താക്കറെയിലാണ് ജനങ്ങൾ കാണുന്നത്, ഏകനാഥ് ഷിൻഡെയിലല്ല എന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ ശരത് പവാറും ഉദ്ധവ് താക്കറെയും അടങ്ങുന്ന വിഭാഗത്തിന് വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുമ്പോൾ ശരത് പവാറും ഏകനാഥ് ഷിൻഡെയും അടങ്ങുന്ന വിഭാഗത്തിന് ഒരു പിന്തുണയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ ജനവിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ ഈ BJP മുന്നണിക്കെതിരെ വന്നിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ടായിരിക്കുന്നു, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം, മറാഠികളുടെ വിഷയത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, അഴിമതി, ഇതൊക്കെ തന്നെ BJPയുടെ മുന്നണിയെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ കഴിഞ്ഞ തവണ കിട്ടിയ 41 സീറ്റിൽ 10-20 സീറ്റ് നഷ്ടപ്പെട്ടാലും അത്ഭുതമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി ഈ മോഡി മുന്നണിയെ കാത്തിരിക്കുന്നു. ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ 62 സീറ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. അത് 70 സീറ്റായി കൂട്ടാവുന്നതും 80-ൽ 80 വർദ്ധിപ്പിക്കാമെന്നൊക്കെയായിരുന്നു തുടക്കത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം വലിയ തോതിലുള്ള തിരിച്ചടി അവിടെ വന്നിരിക്കുന്നു. വർഗീയമായിട്ടുള്ള ഒരു വിഷയങ്ങളും അവിടെ ഏറ്റില്ല എന്നുള്ള നില അവിടെ വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും രണ്ട് ഭാഗത്തു നിന്നാണ് മത്സരിച്ചതെങ്കിൽ അവർ ഒരുമിച്ചാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. ഒറ്റക്കെട്ടായി ഒരു മെയ്യോടെ അവർ മത്സരിക്കുന്നു. BSP ദുർബലമായി പോയിരിക്കുന്നു. BSCയിൽ നിന്ന് വലിയ തോതിലുള്ള വോട്ടുകൾ കോൺഗ്രസിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറുഭാഗത്ത് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? RSSനുള്ള താല്പര്യക്കുറവ് ഈ തെരഞ്ഞെടുപ്പിൽ. 2019 തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വേണ്ടി ഏറ്റവും ശക്തമായി തീവ്രമായും പ്രവർത്തിച്ചത് RSSകാരാണെങ്കിൽ RSSകാർ ഇപ്പോൾ ഒരു താല്പര്യവും തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നില്ല. മോദി സർക്കാരിനോടുള്ള അവരുടെ എതിർപ്പ് പരസ്യമാക്കിയിരിക്കുന്നു. അവർ വളരെ തണുപ്പൻ സമീപനമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം, MP മാർക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകുംബൻസി, അതായത് ഭരണവിരുദ്ധ വികാരം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഴിമതി, ഇതൊക്കെ വലിയ തോതിലുള്ള ചർച്ചയായി വന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ 1-2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വമ്പൻ ജനക്കൂട്ടമാണ് ഈ അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധി യോഗത്തിന് വന്നത്. ഒരു യോഗത്തിൽ ജനബാഹുല്യം കാരണം ഈ രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും പ്രസംഗിക്കാൻ പോലും പറ്റാതെ തിരിച്ചു പോകേണ്ടി വന്നു സുഹൃത്തുക്കളെ. അപ്പോൾ ആ നിലയിൽ 62 നിലനിൽക്കുമോ എന്നുള്ള സംശയമല്ല, അതൊരു 50-ലേക്ക് താഴ്ന്നാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഉത്തർപ്രദേശിലും വലിയ തിരിച്ചടി നേരിടും എന്നുള്ള സാഹചര്യം ഉണ്ടായി. ബീഹാറിലാണെങ്കിൽ 2019 40-39 സീറ്റ് കിട്ടിയിരുന്നതാണ്. അവിടെയും വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിതീഷ് കുമാറിൻ്റെ ഈ മുന്നണി മാറ്റമാണ്. 5-6 തവണ മുന്നണി മാറിയ നിതീഷ് കുമാറാണ് BJPയുടെ സഖ്യകക്ഷി. ആ നിതീഷ് കുമാറിന് വലിയ തിരിച്ചടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ലല്ലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവിന് ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ബീഹാറിലും തിരിച്ചടിക്കുള്ളതാണ് സാധ്യത. രാജസ്ഥാനിലും 25 നിലനിർത്തുമെന്ന് BJPക്കാർ പോലും പറയുന്നില്ല. ഒരു 5 സീറ്റെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കുറയും എന്നാണ് രാജസ്ഥാനിൽ നിന്ന് കിട്ടുന്ന വിവരം. അവിടെ രജപുത്രരൊക്കെ തന്നെ BJPക്കെതിരെ വലിയ തോതിൽ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം അവിടുന്ന് നമുക്ക്. മധ്യപ്രദേശിൽ വലിയ പരിക്കില്ലാതെ BJP രക്ഷപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 29 സീറ്റാണ് കിട്ടിയിരുന്നത്. ഒരുപക്ഷെ 1-2 സീറ്റ് ചിലപ്പം കുറഞ്ഞേക്കുമെങ്കിലും
BJPയുടെ സീറ്റ് നില അവിടെ നിലനിർത്താൻ അവർക്ക് കഴിയും എന്നുള്ളതാണ് ധാരണ. അതുപോലെ തന്നെ ഗുജറാത്തിലെ 26 എന്നുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു സീറ്റോ 2 സീറ്റോ കുറയാനുള്ള സാധ്യതയാണ് അവിടെയും കാണുന്നത്. കാരണം അവിടെയൊക്കെ തന്നെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ BJPക്ക് അകത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മൊത്തം എത്താൻ കഴിയുന്ന ഒരു ധാരണ എന്താ? ഇന്ത്യയിലെ ഹൃദയഭൂമി 6 സംസ്ഥാനങ്ങളടങ്ങുന്ന, ഗുജറാത്ത് മുതൽ മഹാരാഷ്ട്ര വരെയുള്ള 6 സംസ്ഥാനങ്ങളടങ്ങുന്ന ഇന്ത്യയുടെ ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്ക് ഉണ്ടായിരുന്ന വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം ഇത്തവണ നിലനിർത്താൻ ഒരു കാരണവശാലും BJPക്ക് കഴിയില്ല എന്നുള്ളതാണ് നമ്മുടെ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ 222 സീറ്റാണ് അവർക്ക് പിന്നെ ഈ 6 സംസ്ഥാനങ്ങളിൽ ലഭിച്ചതെങ്കിൽ അതൊരു 180+ സീറ്റ് എന്നുള്ള നിലയിലേക്ക് കുറഞ്ഞാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അത് BJPക്ക് വലിയ ചങ്കിടിപ്പ്, BJPക്ക് വലിയ ആശങ്ക ഉണ്ടാക്കാനുള്ള കാരണമാണ്. കാരണം എന്താണ്? ഹിന്ദി ഹൃദയഭൂമിയിലുള്ള പിന്നോട്ട് പോക്ക് അവരധികാരത്തിലെത്താനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യത ആണ് ഉണ്ടാവുന്നത്. കാരണം തെക്കേ ഇന്ത്യയിൽ നിന്നും വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയാണ് കാണുന്നത്. കർണാടകത്തിൽ വലിയ തിരിച്ചടിക്കുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പുറത്ത് പശ്ചിമ ബംഗാൾ 18 സീറ്റ് കിട്ടിയിരുന്നിടത്ത് 10 സീറ്റ് കിട്ടിയാൽ പോലും അത്ഭുതം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 7-ൽ 1-2 സീറ്റ് കിട്ടിയാൽ അത്ഭുതം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. പഞ്ചാബിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരം. അവിടെയും BJPക്ക് സാധ്യതകളുള്ളതായി കാണുന്നില്ല. അപ്പോൾ ഇന്ത്യയിലെ ഈ 6 സംസ്ഥാനങ്ങളടങ്ങുന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ BJPയുടെ തിരിച്ചടി, അല്ലെങ്കിൽ BJP മുന്നണിക്ക് അല്ലെ മോദിക്കുണ്ടാകാൻ പോകുന്ന തിരിച്ചടി അവരുടെ അധികാര സ്വപ്നങ്ങൾക്ക് പിന്നെ കളങ്കം ചാർത്താൻ പോകുന്നതാണ് എന്നാണ് നമ്മുടെ ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.